സിന്ധു നദീതട കരാർ ഇന്ത്യ റദ്ദാക്കിയതിൻ്റെ തുടർച്ചയായി പാകിസ്ഥാൻ ഷിംല കരാറും റദ്ദാക്കി. എന്താണ് ഷിംല കരാർ എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഷിംല കരാറിന് സമാധാന കരാർ എന്നാണ് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നത്. അത് തന്നെയാണ് UN സഭയും അംഗീകരിക്കപ്പെട്ടത്. 971 പാക് ഇന്ത്യ യുദ്ധത്തിന് ശേഷം 972 ജൂലൈ 2 ഈ കരാർ വ്യവസ്ഥ നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച കരാർ വ്യവസ്ഥയാണ് ഇത്. ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് ഈ കരാർ ഒപ്പുവെച്ചത് എന്നതിനാൽ പിന്നീട് ഷിംല കരാർ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെട്ടത്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് കണ്ടത് രാജ്യാതിർത്തി പരസ്പരം അംഗീകരിക്കുകയും അത് പരസ്പരം വിഷയമില്ലാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. 948 ഓഗസ്റ്റ് 13 UN പാസ്സാക്കിയിരിക്കുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അംഗീകരിക്കുകയും ഈ ഒരു അവസ്ഥ ഭാവിയിൽ തുടരാൻ വേണ്ടിയും വ്യവസ്ഥ ചെയ്യുന്നു. അതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതിർത്തിയിലെ വെടിനിർത്തൽ രേഖയായി ഇതിനെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. നെഹ്റു പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയെ സമീപിച്ചിരുന്നു. അതിർത്തി രേഖ നിശ്ചയിച്ചു തരണം, അതല്ലെങ്കിൽ ഭാവിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് UN സഭ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആ കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് ഷിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പ്രത്യേകതയായിട്ട് കാണുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ 971 പാക് ഇന്ത്യ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ പാകിസ്ഥാന് വിട്ടു നൽകി എന്നൊരു പ്രത്യേകത വളരെ പ്രാധാന്യമായിട്ട് തന്നെ ഷിംല കരാറിൽ ഉണ്ടായതാണ്. അപ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം ഇന്ത്യ ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടനുബന്ധിച്ച് അവരുടെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ അവർക്ക് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതും ഷിംല കരാറിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ്. പിന്നീട് യുദ്ധ തടവുകാരെ കൈമാറാൻ വേണ്ടി ഇത് വ്യവസ്ഥ ചെയ്തു. യുദ്ധ തടവുകാരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 93,000 സൈനികരും യുദ്ധ തടവുകാരും അതോടൊപ്പം തന്നെ സാധാരണക്കാരുമായിരിക്കുന്ന ആൾക്കാർ പരസ്പരം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാന്റെ കയ്യിലും പരസ്പരം കരാർ പ്രകാരം കൈമാറാൻ വേണ്ടി വ്യവസ്ഥ ചെയ്യപ്പെട്ടതും ഇതിലാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ബംഗ്ലാദേശിനെ തത്വത്തിൽ അംഗീകരിക്കാൻ വേണ്ടി ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിർമ്മിതിയാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നാണ് ബംഗ്ലാദേശ് അറിയപ്പെടുന്നത്. അത് ഇന്ത്യ വിഭജനത്തോടു കൂടി ബംഗ്ലാദേശും പാകിസ്ഥാനും ചേർന്നത് പാകിസ്ഥാൻ എന്നായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇപ്പോൾ ഉള്ള പാകിസ്ഥാൻ, അത് രണ്ടും കൂടി ഒരു രാജ്യമായിട്ടാണ്. 971 ആ കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാവുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അത് പാകിസ്ഥാനിൽ ഒരു വിമാനം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഇന്ത്യയുടെ അനുവാദമാണോ? ബംഗ്ലാദേശിൻ്റെ മഹാഭൂരിപക്ഷ ഭാഗങ്ങളും ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിലും തിരിച്ചു പോകണമെങ്കിൽ ഇന്ത്യയുടെ അനുമതി വേണം എന്നതിനാൽ വളരെ പെട്ടെന്നൊന്നും പാകിസ്ഥാന് ഈ ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ 971 കാലഘട്ടത്തിൽ അത് വലിയ രീതിയിൽ സമര പ്രക്ഷോഭമായി ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ടോടുകൂടി ആ രാജ്യം ബംഗ്ലാദേശായി രൂപീകരിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ പാകിസ്ഥാന് വലിയ വൈരാഗ്യം ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു. അത് ഈ കരാർ വ്യവസ്ഥയിൽ പരസ്പരം ഉടമ്പടി പ്രകാരം ബംഗ്ലാദേശിനെ തത്വത്തിൽ അംഗീകരിക്കാനുള്ള തീരുമാനവും പാകിസ്ഥാൻ എടുത്തു എന്നുള്ളതാണ്. പിന്നീട് ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ പാകിസ്ഥാൻ അംഗീകരിക്കപ്പെട്ടതും ഇതിനോട് അനുബന്ധിച്ചാണ്. അപ്പോൾ പാകിസ്ഥാൻ അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് ഇടിച്ചു കയറില്ല. അത് അതിർത്തി വരമ്പായിട്ട് അതിർത്തി രേഖയായിട്ട് അവിടെ നിലനിൽക്കും. അതിന് UN സഭയുടെ അംഗീകാരമുണ്ട്. ഈ ഒരു കരാർ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കപ്പെട്ടതാണ് പ്രധാനമായിരിക്കുന്ന ഷിംല കരാറിലെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്താരാഷ്ട്ര മേഖലയെ സമീപിക്കാതെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് ഇത് വ്യവസ്ഥ ചെയ്യുന്നു. അതുകൊണ്ട് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും UN സഭയിൽ ഒരിക്കലും ഉന്നയിക്കരുത് എന്നുള്ളത് കരാർ വ്യവസ്ഥയാണ്. പല ഘട്ടങ്ങളിലും ഈ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ UN സഭയിൽ ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുകയും വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയും ഇന്ത്യ അത് പ്രതിരോധിക്കുകയും ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന പാകിസ്ഥാന് ഒരു നിലക്കും ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന കാശ്മീരിന് ഒരു നിലക്കും പാകിസ്ഥാന് വിട്ടു നൽകില്ലെന്ന്
ഇന്ത്യയുടെ നിലപാട് അസന്നിഗ്ധമായിട്ട് UN സഭയിൽ ഇന്ത്യ പറയുകയും ചെയ്തതാണ്. മാത്രമല്ല ഈ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭജനത്തോടനുബന്ധിച്ച് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യൻ യൂണിയനിൽ യഥാർത്ഥത്തിൽ കാശ്മീർ എന്ന് പറയുന്നത് രാജ്യമായിരുന്ന സമയത്ത് ഇങ്ങോട്ട് ചേർന്നതാണ്. നെഹ്റുവും അവിടുത്തെ കാശ്മീർ രാജ്യത്തിലെ രാജാവും തമ്മിലുണ്ടാക്കിയ കരാർ വ്യവസ്ഥ ഉടമ്പടി പ്രകാരമാണ് ചേരുന്നത്. പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ച സമയത്ത് കാശ്മീർ ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനുള്ള താല്പര്യം കാണിക്കുകയും കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അത് സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്നും പാകിസ്ഥാനോടൊപ്പമല്ല എന്നുള്ള ഒരു കരാർ വ്യവസ്ഥയും ചില കരാർ വ്യവസ്ഥകളൊക്കെ ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീർ ഇന്ത്യൻ യൂണിയനിലേക്ക് യഥാർത്ഥത്തിൽ ചേർന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു അവകാശം പാകിസ്ഥാന് പറയാൻ പാടില്ലെന്നും ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഇന്ത്യ തന്നെയാണ് എന്നുള്ളത് UN സഭയിൽ പറയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം, ഈ കരാർ പാകിസ്ഥാൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷിംല കരാറിൻ്റെ വ്യവസ്ഥകൾ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് അവർ പറയുകയാണ്. അതൊരു യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. അതിൽ ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥകൾ ഏതൊക്കെ കരാർ വ്യവസ്ഥ, കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ ഇതിൽ പറഞ്ഞതാണ്. അന്താരാഷ്ട്ര മേഖലയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് അതിൽ റദ്ദാകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നുണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് അവർ പറയുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ചുരുക്കമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അതിൻ്റെ വെടിവെപ്പിനെ ഇപ്പോഴും പാകിസ്ഥാൻ ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന മന്ത്രിസഭാ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുക, അതിന് നിരന്തരം അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, രാജ്യത്തിൻ്റെ അതിർത്തി കയറിക്കൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എല്ലാ കാലത്തും പാകിസ്ഥാൻ ചെയ്തു വരുന്ന പ്രവൃത്തിയാണ്. ഷിംല കരാർ അവർ ഒരു വൺ വേ ആയിട്ട് റദ്ദാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും അവർക്കുണ്ടാവാനുള്ള സാധ്യതയില്ല. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോടും അതിൻ്റെ സൈനിക സംവിധാനത്തോടും പ്രതിരോധിച്ച് നിർത്താനുള്ള ബലമോ ശക്തിയോ ഒരു കാലത്തും പാകിസ്ഥാൻ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളും ഈ ഭീകരവാദ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഈ പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടുത്തെ പ്രധാനമന്ത്രിമാരും അവിടുത്തെ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ സൈനികരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി അധികാരത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് രാജ്യ പുരോഗതിയും രാജ്യവികസനങ്ങളും ഒരു കാലത്തും പാകിസ്ഥാൻ ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കുണ്ടാവാറില്ല. പകരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അവിടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കാശ്മീരിൽ അവകാശം പറയുക, ഇത്തരം പ്രവൃത്തിയാണ് ഭരണാധികാരികൾ കാലാകാലങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അത് ഷിംല കരാർ റദ്ദാക്കി എന്ന് പറഞ്ഞാൽ അത് വൺ വേ ആയിട്ട് റദ്ദാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രേഖ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാതെ പറയുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ ഷിംല കരാറിൻ്റെ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പിന്നീട് അതിൽ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. അതിൽ പാകിസ്ഥാൻ വന്നിട്ട് അവകാശം പറഞ്ഞാൽ അവരുമായിട്ട് ഈ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് പാകിസ്ഥാനും അറിയാം. അപ്പോൾ പകരത്തിന് പകരം എന്നുള്ള രീതിയിലല്ലാതെ വല്ലാത്തൊരു ഗുണം ഷിംല കരാർ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.